നമസ്കാരം ഡിയേഴ്സ്. ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ നിങ്ങൾ ഒരുപാട് കപ്പിൾസ് ഇഷ്ടപ്പെട്ടിട്ടൊക്കെ മാരേജ് ചെയ്യുന്ന സ്റ്റോറീസിന് ഡ്രാമാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലെ. എന്നാൽ അറേഞ്ച് മാരേജ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഒക്കെ കാരണം കോൺട്രാക്ട് മാരേജ് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ വിവാഹം ചെയ്യേണ്ടി വരിക, അങ്ങനത്തെ സ്റ്റോറീസ് ഉള്ള ഡ്രാമാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇന്നത്തെ വീഡിയോയില് കോൺട്രാക്ട് മാരേജ് ടു ലവേഴ്സ് ആവുന്ന കപ്പിൾസിന്റെ സ്റ്റോറീസുള്ള ഡ്രാമകളാണ് നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. റിയൽ ലൈഫിലാണെങ്കിൽ നമ്മളിപ്പോൾ അറേഞ്ച് മാരേജ് ഒക്കെ ചെയ്യാൻ നമുക്ക് ഒരു ഇഷ്ടമില്ലാത്ത ഒരാളെ അറേഞ്ച് മാരേജ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ അത് ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. പക്ഷേ കേഡ്രാമയിലെ എല്ലാ മാരേജും സക്സസ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം അവസാനം എന്തെങ്കിലും എങ്ങനെയും അവര് തമ്മിൽ ഇഷ്ടത്തിലായിരിക്കും. അങ്ങനത്തെ സ്റ്റോറീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എങ്ങനെ നമ്മുടെ വീഡിയോയിലോട്ട് പോവല്ലേ? ഫസ്റ്റ് ഡ്രാമയാണ് വെൻ ദ ഫോൺ റിങ്സ്. ഇത് 2024 റിലീസ് ആയിട്ടുള്ള നല്ലൊരു ത്രില്ലർ റൊമാൻറ്റിക്കൽ ഡ്രാമയാണ് കേട്ടോ. ഈ സ്റ്റോറിയിൽ ഉണ്ടല്ലോ നമ്മുടെ നടൻ ഒരു പൊളിറ്റീഷ്യൻ ആണ്. അദ്ദേഹത്തിന്റെ വൈഫായിട്ടുള്ള നമ്മുടെ കഥയിലെ നായിക ഒരു സംസാരശേഷി ഇല്ലാത്ത ഒരു പെൺകുട്ടി ആയിട്ടാണ് കേട്ടോ അഭിനയിക്കുന്നത്. സോ ഇവര് തമ്മില് ഫാമിലി ആയിട്ട് ചെറുപ്പം മുതലേ കണക്റ്റഡ് ആണ്. സോ അവര് ബിസിനസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പൊളിറ്റീഷ്യന്റെ ആ ഒരു ഇമാജിന് വേണ്ടിയിട്ട് അവര് തമ്മിൽ മാരേജ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ. എന്തുകൊണ്ടാണ്? ഫാമിലി പറഞ്ഞത് കേട്ടിട്ടാണ് ഇവര് തമ്മില് വിവാഹം ചെയ്യുന്നത്. പക്ഷെ ഇവര് തമ്മിൽ യാതൊരു ഇഷ്ടവും ഇല്ല, ഫോഴ്സ് ചെയ്തിട്ടാണ് ഇവര് തമ്മിൽ വിവാഹം കഴിക്കുന്നത് കേട്ടോ. സോ അത് ഫാമിലീസിന് പോലും അറിയില്ല ഇവര് തമ്മിൽ കോൺട്രാക്ട് മാരേജ് ആണ് ചെയ്യുന്നതെന്ന് കേട്ടോ. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്നുള്ളൊരു കഥയാണ് ഈ സ്റ്റോറിയിൽ പോകുന്നത്. സൈഡിലായിട്ട് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട്, അത് നിങ്ങൾ കണ്ട് തന്നെ അറിയണം കേട്ടോ. ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് യൂൻ യോൺ സ്യോക്ക് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ചേ സൂബിൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ആണ് കേട്ടോ. അപ്പൊ ഇവരുടെ കെമിസ്ട്രി, ഇവരുടെ റൊമാൻസ് ഒക്കെ എൻഡിങ്ങിൽ കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഭയങ്കരമായിട്ടുള്ള കെയറിങ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആണ് നമ്മുടെ കഥയിലെ നടൻ കേട്ടോ. അത് പിന്നീടാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഒരു ഹസ്ബൻഡിന് കിട്ടുകയാണെങ്കിൽ നമുക്ക് അറേഞ്ച് മാരേജ് ചെയ്യുന്നതിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലെ. നമുക്ക് ഒരു പേടിയില്ലാണ്ട് നമുക്ക് ആ മാരേജിലോട്ട് ഇറങ്ങാം. ഞാനൊക്കെ ആണെങ്കിൽ എപ്പോഴേ റെഡി ആയിട്ടുണ്ടാവുമായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ടുള്ള ഡ്രാമയാണ് വെൻ ദ ഫോൺ റിങ്സ്. ഇതിൽ ടോട്ടൽ ആയിട്ട് 12 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. സെക്കൻഡ് ഡ്രാമയാണ് ബിക്കോസ് ദിസ് ഇസ് മൈ ഫസ്റ്റ് ലൈഫ്. ഇതുണ്ടല്ലോ 2017 റിലീസ് ആയിട്ടുള്ള നല്ലൊരു റൊമാൻറ്റിക് ആൻഡ് കോമഡി ഡ്രാമയാണ് ബിക്കോസ് ദിസ് ഇസ് മൈ ഫസ്റ്റ് ലൈഫ്. ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇവളുടെ നമ്മുടെ കഥയിലെ നടിയുടെ ഒരു സിറ്റുവേഷൻ കണ്ട നമ്മൾ വിചാരിക്കും സോ ഈ ഒരു കാരണമൊക്കെ കൊണ്ടൊക്കെ നമുക്ക് കോൺട്രാക്ട് മാരേജ് ചെയ്യണമല്ലേ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും കേട്ടോ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ആ ഒരു നടിക്കുള്ളത്. ഇതിൽ നമ്മുടെ കഥയിലെ നായകനുണ്ടല്ലോ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു മാൻ ആണ്. കാരണം എന്ത് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ചിന്തിക്കുവാണെങ്കിലും അദ്ദേഹം പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുള്ളൂ. കാരണം അദ്ദേഹം ആരായിട്ടും അങ്ങോട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആവൂല, കണക്റ്റഡ് ആവൂല കേട്ടോ. സോ അദ്ദേഹത്തിന് വീട്ടിൽ അദ്ദേഹത്തിനെ നന്നായിട്ട് മാരേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യുന്നുണ്ട്. സോ അദ്ദേഹം അതൊന്നും മറികടക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ട് മാരേജ് ചെയ്യുകയാണ് കേട്ടോ. ആരായിട്ടാണ് ചെയ്യുന്നത്? നമ്മുടെ കഥയിലെ നടിയായിട്ടാണ് ചെയ്യുന്നത്. അവൾക്കാണെങ്കിൽ ഒരു വീട് എന്ന സ്വപ്നമാണ് ഉള്ളത്. ഒരു വീട് അവൾക്ക് സ്വന്തമായിട്ട് വേണം. അതാണ് അവളുടെ ഒരു ഡ്രീം എന്ന് പറയുന്നത് കേട്ടോ. സോ ആ ഒരു വീട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവനായിട്ട് കോൺട്രാക്ട് മാരേജ് ചെയ്യുന്നത്. നമ്മുടെ കഥയിലെ നടനാണെങ്കിൽ സ്വന്തമായിട്ടൊരു വീടൊക്കെ ഉണ്ട് കേട്ടോ. സോ അവൾ അത് കണ്ടിട്ടാണ് വിവാഹം കഴിക്കുന്നത്. പക്ഷെ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കോമഡി ഒക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് ആ ഒരു സ്റ്റോറി കണ്ടാൽ വേറൊരു ഫീലിങ്സ് ആണ് കേട്ടോ ഉള്ളത്. സോ ഡ്രാമ ഒന്ന് കണ്ടു നോക്കൂ. സ്റ്റോറി മെയിൻ ആയിട്ട് ഇതാണ് വരുന്നത്. അങ്ങനെ കോൺട്രാക്ട് മാരേജ് ചെയ്യുന്ന ഒരു കപ്പിൾസിന്റെ സ്റ്റോറിയാണ് ബിക്കോസ് ദിസ് ഇസ് മൈ ഫസ്റ്റ് ലൈഫ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ ടോട്ടൽ ആയിട്ട് 16 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ജങ് സോമിൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ് ആണ് കേട്ടോ. നമ്മുടെ ആൽക്കമി സോൾസ് ഡ്രാമ ഉണ്ടല്ലോ അതിൽ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചിട്ടുള്ള ആക്ട്രസ് ആണ് ജങ് സോമിൻ. മെയിൻ ലീഡായിട്ട് അഭിനയിക്കുന്നത് ലീ മിൻ കി എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആണ് കേട്ടോ. അപ്പൊ ഇവരുടെ കെമിസ്ട്രി ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഭയങ്കരമായിട്ട് ഒരു സിമ്പിൾ ഡ്രാമയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്യും, കണക്റ്റഡ് ആവാനും ഈസിയാണ് കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് സെക്കൻഡ് ലീഡ്സിന്റെ സ്റ്റോറിയും ഇതിലെ സൈഡിലൂടെ പോകുന്നുണ്ട്. സോ അത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പൊ തേർഡ് ഡ്രാമയാണ് മാരേജ് കോൺട്രാക്ട്. 2016 റിലീസ് ആയിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമയാണ് മാരേജ് കോൺട്രാക്ട് കേട്ടോ. ഇതിലുണ്ടല്ലോ നമ്മുടെ കഥ
കഥയിലെ നായിക ഒരു സിംഗിൾ പാരന്റ് ആണ് കേട്ടോ. ഒരു 7 വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് ഒരു അമ്മയാണ് നമ്മുടെ കഥയിലെ നായിക. അവളുണ്ടല്ലോ നമ്മുടെ നടനായിട്ട് ഒരു കോൺട്രാക്ട് മാരേജിന് റെഡി ആവുകയാണ് കേട്ടോ. പക്ഷെ എന്തിനായിരിക്കും അവൾ കോൺട്രാക്ട് മാരേജിന് റെഡി ആവുന്നത്? നമ്മുടെ കഥയിലെ നായകനാണെങ്കിൽ പണക്കാരനായിട്ടുള്ള ഒരാളാണ് കേട്ടോ. സോ അദ്ദേഹം എന്തിനായിരിക്കും ഒരു സിംഗിൾ പാരന്റിനെ വിവാഹം കഴിക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു കഥയാണ് ഈ ഒരു ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. ആ ഒരു സ്റ്റോറി നിങ്ങൾ ഡ്രാമ കണ്ട് തന്നെ അറിയണം. ഓക്കെ, അപ്പൊ മറക്കാണ്ട് ഈ ഒരു ഡ്രാമ കണ്ടു നോക്കൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥയാണ്. ഇതിൽ ടോട്ടൽ ആയിട്ട് 16 എപ്പിസോഡ്സ് ആണുള്ളത്. ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ലീ സ്യോജിൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും കിം യാജിൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ആണ് കേട്ടോ. 4th ഡ്രാമയാണ് 2024 റിലീസ് ആയിട്ടുള്ള നോ ഗെയിൻ നോ ലവ്. ഇത് നല്ലൊരു റൊമാൻറ്റിക് ആൻഡ് കോമഡി ഡ്രാമയാണ് കേട്ടോ. ഇതിലെ സ്റ്റോറി എന്താന്ന് വെച്ചാല് നമ്മുടെ കഥയിലെ നായികയാണെങ്കിൽ അവളുടെ മൈൻഡിൽ എപ്പോഴും മണി എന്നാണ് കേട്ടോ. എന്തിനെ അവള് മണി കൊണ്ട് അളന്ന് നോക്കുന്ന ഒരാളാണ്. സോ അവള് 30 വയസ്സിലും സിംഗിൾ ആയിട്ട് നടക്കുന്ന ഒരാളാണ് കേട്ടോ. സോ അവളുടെ കമ്പനിയിലുണ്ടല്ലോ പ്രൊമോഷൻ കിട്ടണമെങ്കിൽ വിവാഹം കഴിച്ച ആൾക്കാർക്ക് മാത്രമേ അവര് പ്രൊമോഷൻസ് കൊടുക്കാറുള്ളൂ കേട്ടോ. സോ അവൾ പെട്ടെന്ന് എന്ത് ഡിസൈഡ് ചെയ്യാണ്? വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്യാണ് കേട്ടോ. കാരണം പ്രൊമോഷന് വേണ്ടിയിട്ടാണ് അവൾ വിവാഹം കഴിക്കുന്നത്. പെട്ടെന്ന് തന്നെ ചടുപിടുക്കണേന്ന് ആ വിവാഹം നടക്കും കേട്ടോ. സോ പെട്ടെന്ന് അവള് കോൺട്രാക്ട് മാരേജ് ചെയ്യാണ്. ആരായിട്ടാണ്? നമ്മുടെ കഥയിലെ നായകനായിട്ടാണ് അവള് കോൺട്രാക്ട് മാരേജ് ചെയ്യുന്നത് കേട്ടോ. സോ ഒന്ന് ആലോചിച്ച് നോക്ക്. ഫസ്റ്റ് ഫുൾ സ്ട്രേഞ്ചേഴ്സ് ആണ്, യാതൊരു കണക്ഷനും ഇല്ല പരസ്പരം. വിവാഹം കഴിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഒരു കപ്പിൾസിന്റെ സ്റ്റോറിയാണ് നോ ഗെയിൻ നോ ലവ് എന്ന് പറയുന്ന ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. പിന്നീട് എന്ത് സംഭവിക്കുകയാണ്? റിയൽ ആയിട്ട് അവര് തമ്മിലൊരു ഫീലിങ്സ് വരികയാണ് കേട്ടോ. പിന്നീട് അവർ പ്രണയത്തിലാവുകയും ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ ടോട്ടലി പറയുന്നത് കേട്ടോ. അപ്പൊ ഇതും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടാവും. ഇതും നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ. ഇതിൽ ടോട്ടൽ ആയിട്ട് 12 എപ്പിസോഡ്സ് ആണുള്ളത്. മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഷിൻമിന എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും കിം യങ് ഡേ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആണ് കേട്ടോ. അപ്പൊ ഇവരുടെ കെമിസ്ട്രി ഒക്കെ കാണാനായിട്ട് ഇതിൽ ഭയങ്കര രസമാണ്. ഈ ഒരു ഡ്രാമയിലും സെക്കൻഡ് കപ്പിൾസിന്റെ സ്റ്റോറി ഇതിന്റെ സൈഡിലൂടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അതും കാണാനായിട്ട് ഇതിൽ ഭയങ്കര രസമാണ്. ഇനി ലാസ്റ്റ് ഡ്രാമയാണ് 2022 റിലീസ് ആയിട്ടുള്ള ക്രേസി ലവ്. ഇത് നല്ലൊരു റൊമാൻറ്റിക് ഡ്രാമയാണ് കേട്ടോ. ഇതിലുണ്ടല്ലോ നമ്മുടെ കഥയിലെ നായകൻ ഫേമസ് ആയിട്ടുള്ള ഒരു മാത്സ് ടീച്ചർ ആണ് കേട്ടോ. അപ്പൊ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആണ് നമ്മുടെ കഥയിലെ നായിക. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു സ്റ്റോറിയാണ് ക്രേസി ലവ് എന്ന് പറയുന്ന ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. ഇദ്ദേഹത്തിനുണ്ടല്ലോ പെട്ടെന്ന് അപ്നേഷ്യ എന്ന് പറയുന്ന ഒരു അസുഖം വരികയാണ് കേട്ടോ. അതായത് എല്ലാം അദ്ദേഹം പെട്ടെന്ന് മറന്നു. സോ ആ ഒരു സിറ്റുവേഷൻ മുതലെടുത്തിട്ട് നമ്മുടെ സെക്രട്ടറി ഇദ്ദേഹത്തിന്റെ ഫിയാൻസി ആയിട്ട് അഭിനയിക്കുകയാണ് കേട്ടോ. ഇദ്ദേഹത്തിന് അറിയില്ല ഇത് തന്റെ ശരിക്കുള്ള ഫിയാൻസി ആണെന്ന് അറിയില്ല കേട്ടോ. സോ അവൾ എന്ത് ചെയ്യാണ്? ആ ഒരു അവസരം മുതലെടുക്കുകയാണ്. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്നുള്ളൊരു അടിപൊളി കോമഡി ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ഡ്രാമ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിരിക്കും. ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിക്കുന്നത് ക്രിസ്റ്റൽ ജങ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും കിം ജെ വൂക്ക് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആണ് കേട്ടോ. അപ്പൊ ഇവരുടെ സ്റ്റോറി കുറച്ച് കോമഡി ആയിട്ടാണ് ഇതിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇതിൽ ഭയങ്കര ഇഷ്ടമായി. ഇവരുടെ കെമിസ്ട്രി കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പൊ മറക്കാണ്ട് ഈ ഒരു ഡ്രാമ കണ്ടോക്കൂ. ടോട്ടൽ ആയിട്ട് 16 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. അപ്പൊ ഇത്രയും ഫോഴ്സ്ഡ് മാരേജ് അല്ലെങ്കിൽ കോൺട്രാക്ട് മാരേജിൽ നിന്നും ലവേഴ്സ് ആവുന്ന കപ്പിൾസിന്റെ സ്റ്റോറീസ് ആണ് ഈ ഡ്രാമയിൽ മൊത്തം പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിരിക്കും. ഇങ്ങനത്തെ സ്റ്റോറി കാണാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് ഈ ഒരു ഡ്രാമ എന്തായാലും ഇഷ്ടമായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഡ്രാമ എല്ലാം ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. ഇനി ഈ ഡ്രാമ അല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡ്രാമ ഇഷ്ടമാണെങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.